ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഓഹരി വിപണി അഥവാ ഷെയർ മാർക്കറ്റ്. വെൽക്കം ടു ബാബ്സ് വേൾഡ്. മീ മൈസെൽഫ് ബാബർ മാളിയേക്കൽ. സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തുടങ്ങിയവ എന്താണെന്നും എങ്ങനെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാമെന്നും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലളിതമായി പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ചിലപ്പോൾ ലെങ്ത് കൂടിയേക്കാം. വീഡിയോ അവസാനം വരെ കാണുക. എപ്പോഴും പറയാറുള്ളത് പോലെ സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വീഡിയോ ഷെയർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കുള്ളതല്ല. ഷെയർ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. എന്തിനാണ് മലയാളികൾ ഷെയർ മാർക്കറ്റിനോട് മുഖം തിരിക്കുന്നത്? നമ്മൾ മലയാളികളിൽ വലിയ ഒരു ശതമാനം ആളുകൾക്കും ഷെയർ മാർക്കറ്റ് എന്താണെന്ന് പോലും അറിയില്ല. എന്നിരുന്നാൽ പോലും ഷെയർ മാർക്കറ്റ് എന്ന പേര് കേട്ടാൽ മലയാളി നെറ്റിച്ചുളിക്കും. നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനൊരുങ്ങുകയാണെന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ധാരാളം പേർ കാണും. ഓഹരി നിക്ഷേപത്തെക്കുറിച്ച് പൊതുവെയുള്ള തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണം. നമ്മൾ മലയാളികളുടെ പൊതുവായുള്ള ധാരണ ഓഹരി വിപണി ചൂതാട്ട കേന്ദ്രമാണെന്നും എന്തോ വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണെന്നുമൊക്കെയുള്ള ചില ധാരണകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെയെല്ലാം മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മെനക്കെടാറില്ല. ഞാനടക്കമുള്ള മലയാളികൾക്ക് ഇഷ്ടം പെട്ടെന്ന് പണക്കാരനാവുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രം. അതിനവർ കണ്ടെത്തുന്നത് നോട്ടിരട്ടിപ്പ് സാധാരണ പരസ്യങ്ങളിൽ കാണുന്നത് പോലെ 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ 15,000 ഒരു മാസം കൊണ്ട് തിരിച്ചു കിട്ടും. എന്നിട്ടതിലൊക്കെ തലവെക്കുകയും അവസാനം മുതലുമില്ല ലാഭവുമില്ല എന്ന അവസ്ഥയിലാവും. എത്രയൊക്കെ കേട്ടാലും അനുഭവിച്ചാലും പഠിക്കുകയില്ല ഞാനടക്കമുള്ള മലയാളികൾ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഓഹരി വിപണി പെട്ടെന്ന് പണക്കാരനാകാൻ കഴിയുന്ന മേഖലയല്ല. പക്ഷേ വളരെ ബുദ്ധിപരമായി പരിശ്രമിച്ചാൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലാഭത്തേക്കാൾ 5 ഇരട്ടി ലാഭം ഇതിൽ നിന്നുണ്ടാക്കാം. കാരണം നോർത്ത് ഇന്ത്യൻ ലോബിയുടെ കൈകളിലാണ് ഇന്ന് ഷെയർ മാർക്കറ്റ്. അവരാണ് കൂടുതലും ഇതിൽ കൈവെക്കുന്നത്. കാരണം അവർക്ക് വ്യക്തമായി അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ. നമ്മൾ മലയാളികൾ ഭൂരിഭാഗവും ഷെയർ മാർക്കറ്റിനെ വേറൊരു രീതിയിലാണ് കാണുന്നത്. സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും മുൻപന്തിയിലുള്ള മലയാളികൾ ഇപ്പോഴും ആടുത്തേക്ക് മാഞ്ചിയം പോലെയുള്ള ചതിക്കുഴികളിൽ വീണുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരെയും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയല്ല. ഷെയർ മാർക്കറ്റ് എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു മേഖലയെടുത്താലും അതിൻ്റെതായ ബുദ്ധിമുട്ടും റിസ്ക്കുമുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ കമ്പനികൾ അവരുടെ ഷെയറുകൾ അഥവാ ഓഹരികൾ പബ്ലിക്കിനു ലിസ്റ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്, BSEയും NSEയും. BSE എന്നാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE എന്നാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന സെബിയാണ് ഈ എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്നത്. പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളാണ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനികൾ എന്നൊരു സംശയമുണ്ടാകും. പബ്ലിക് ലിസ്റ്റഡ് കമ്പനികൾ എന്നാൽ ആകെയുള്ള കമ്പനിയുടെ ഷെയറിൻ്റെ നിശ്ചിത ശതമാനം ഓഹരികൾ പൊതുജനങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനുമുള്ള അവസരം കൊടുക്കുന്ന കമ്പനികളെയാണ് ഇങ്ങനെ പറയുന്നത്. ആകെ കൺഫ്യൂഷനായി കാണുമല്ലേ? ഒന്നും കൂടി ലളിതമായി പറയാം. ഞാനൊരു ബിസിനസ് തുടങ്ങി. ഉദാഹരണത്തിന് അച്ചാർ അഥവാ പിക്കിൾസിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്. അതിലെ മുഴുവൻ മൂലധനവും അഥവാ ക്യാപിറ്റലും എൻ്റെ മാത്രമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 50,000 രൂപ. വളരെ കഷ്ടപ്പെട്ട് ആ പ്രൊഡക്ഷൻ യൂണിറ്റ് ആ പ്രദേശത്തെ നല്ലൊരു സ്ഥാപനമായി തീർന്നു. സ്ഥാപനത്തിന് ആളുകൾക്കിടയിൽ നല്ല പേരും അഭിപ്രായവും പ്രശസ്തിയുമായി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയാലോ? അങ്ങനെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങണമെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമാണ്. അതുകൂടാതെ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടതിന് റിട്ടേൺസും ആവശ്യമാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ കമ്പനിയെ പബ്ലിക്കാക്കാം.
അതായത് കമ്പനിയെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി അഥവാ IPO വഴി കമ്പനിയെ പബ്ലിക്കായി ലിസ്റ്റഡ് കമ്പനിയാക്കാം. അപ്പോഴേക്കും എൻ്റെ കമ്പനിയുടെ മൂല്യം 50,000 നിന്ന് 1,00,000 രൂപയായിരിക്കുന്നു. ആ 1,00,000 രൂപയെ 10 ഷെയറുകളാക്കി തിരിച്ചു. ഇതിൽ നിന്ന് 30% പബ്ലിക്കിന് കൊടുക്കുന്നു. ഉദാഹരണത്തിന് 10 ഷെയറിൽ നിന്ന് 3 ഷെയർ. ആർക്ക് വേണമെങ്കിലും ഷെയർ മാർക്കറ്റ് വഴി എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിക്കാം. ഞാനൊരു നിശ്ചിത സംഖ്യ എൻ്റെ കമ്പനിയുടെ ഷെയറിന് വിലയുമിട്ടു. ഉദാഹരണത്തിന് ഒരു ഷെയറിന് 1,00,000 രൂപ. അതിൽ നിന്ന് തന്നെ എനിക്ക് 3,00,000 രൂപ ലഭിച്ചു. പിന്നീട് എൻ്റെ ഷെയറുകളുടെ വില നിയന്ത്രിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും, കറന്റ് മാർക്കറ്റ് സിറ്റുവേഷനും, കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഗ്രോത്തും കൂടാതെ ന്യൂസ് ബേസ്ഡുമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമെന്ന്. ഇനി എങ്ങനെ പുതിയ ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് തുടങ്ങാം? സ്റ്റോക്കുകൾ വാങ്ങിക്കാനും വിൽക്കുവാനും അംഗീകൃത ബ്രോക്കർ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഡിമാറ്റ് അക്കൗണ്ട്. എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്? ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്ന പോലെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന ഷെയറുകൾ സൂക്ഷിക്കാൻ കഴിയും. പണ്ടായിരുന്നെങ്കിൽ ഒരു ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ലഭിക്കാറ്. ഇപ്പോഴെല്ലാം ഇലക്ട്രോണിക് ട്രാൻസാക്ഷനാണ്. അതിനോടൊപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. ഓഹരികളുടെ കൊടുക്കൽ വാങ്ങലുകൾ ഈ ഡിമാറ്റ് അക്കൗണ്ട് വഴിയായിരിക്കും. ഒരു ഷെയർ വാങ്ങിയാൽ എത്ര നാൾ വേണമെങ്കിലും ആ ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഷെയർ മേടിച്ച് വേണമെങ്കിൽ ഇന്ന് തന്നെ വിൽക്കാം. അതുമല്ല, ഒരു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. എല്ലാം നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ചാവും. ഈ വിറ്റ ഓഹരിയുടെ സംഖ്യ 2+1, അതായത് 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു. ലോകത്ത് എവിടെ നിന്നും ഓൺലൈനിലായി ട്രേഡ് ചെയ്യാൻ കഴിയും. ഇനി ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ച് പരിശോധിക്കാം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കർ വഴിയാണ്. 2 തരത്തിലുള്ള ബ്രോക്കർമാരാണ് നിലവിലുള്ളത്: ഫുൾ ടൈം ബ്രോക്കറും ഡിസ്കൗണ്ട് ബ്രോക്കറും. ഫുൾ ടൈം ബ്രോക്കർ SBI, HDFC, ICICI, കൊടാക് ബാങ്ക് തുടങ്ങിയവ. ഡിസ്കൗണ്ട് ബ്രോക്കർ പൈസ, ആലിസ് ബ്ലൂ, ഏഞ്ചൽ ബ്രോക്കിംഗ്, അപ്സ്റ്റോക്സ് തുടങ്ങിയവരാണ്. തുടക്കക്കാർ ഡിസ്കൗണ്ട് ബ്രോക്കറെ സമീപിക്കുകയായിരിക്കും നല്ലത്. അതിനു കാരണം ഫുൾ ടൈം ബ്രോക്കറിനെ അപേക്ഷിച്ച് ഡിസ്കൗണ്ട് ബ്രോക്കറുടെ ബ്രോക്കറേജ് വളരെ കുറവായിരിക്കും. ഇനി കൂടുതലായി ഇതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ കുറച്ച് വർഷങ്ങളായി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. എൻ്റെ തുടക്കകാലത്ത് നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ നഷ്ടം ഞാൻ കണക്കാക്കുന്നത് ഈ വിഷയം പഠിക്കാനുള്ള ഫീസായിട്ടാണ്. നമ്മൾ എന്ത് പഠിക്കാൻ പോയാലും അതിനൊരു സംഖ്യ ഫീസായി കൊടുക്കാറുണ്ട്. അതുപോലെയാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഒരു ചൊല്ലുണ്ടല്ലോ, നഷ്ടം കാമുകിയെപ്പോലെയും ലാഭം ഭാര്യയെപ്പോലെയുമാണെന്ന്. കാമുകിയല്ല, ഭാര്യയാണ് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെന്ന് നോക്കാം. പാൻ കാർഡ്, ID പ്രൂഫായി ആധാർ കാർഡ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ക്യാൻസൽ ചെക്ക് ലീഫ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫോട്ടോ. അതുകൂടാതെ നമ്മുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് റെഡി. എത്ര ഈസിയാണ് കാര്യങ്ങൾ! 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് തുടങ്ങാൻ കഴിയും. പല ബ്രോക്കർമാരുടെ പാക്കേജും പല രീതിയിലാണ്. ഞാൻ ഉപയോഗിക്കുന്ന പൈസ എന്ന ബ്രോക്കർക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. അതുകൂടാതെ 90 ദിവസത്തെ ലിവറേജ് തരികയും ചെയ്യും. ലിവറേജ് എന്നാൽ 90 ദിവസത്തോളം പൈസയുടെ ക്യാഷ് കൊണ്ട് ട്രേഡ് ചെയ്യാനും കഴിയും. അതുപോലെ മറ്റ് ബ്രോക്കർമാർ 300 രൂപ തൊട്ട് 500 രൂപ വരെ അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഈടാക്കാറുണ്ട്. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പൈസ, ആലിസ് ബ്ലൂ, ഏഞ്ചൽ ബ്രോക്കിംഗ് എന്നിവയിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അതിനോടൊപ്പം കേരളത്തിലെ ഷെയർ മാർക്കറ്റ് രംഗത്ത്
വൺ ഓഫ് ദ മോസ്റ്റ് സീനിയർ പേഴ്സണും എൻ്റെ വഴികാട്ടിയുമായ രാജേഷ് സാറിൻ്റെ വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അദ്ദേഹവുമായി കോൺടാക്റ്റ് ചെയ്താൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന സുശാന്ത് സാർ, രാജേഷ് സാർ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ അംഗമാവാനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം ഇവർ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനൽ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ 2 ടെലഗ്രാം ചാനലായ കേരള ഓഹരി വിപണിയുടെയും KOV ട്രേഡേഴ്സ് കോർണറിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ്. പരിശ്രമിക്കുമേതിനെയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം എന്നാണല്ലോ പ്രമാണം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ക്ഷമിക്കുക, ഒരു പഴഞ്ചൊല്ലിനു കൂടി പറഞ്ഞു നിർത്തുന്നു. ഷെയർ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്നറിയാവുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. അതിലൊരാൾ ഇന്നലെ രാത്രി മരിച്ചുപോയി. മറ്റേയാൾ നാളെ രാവിലെ ജനിച്ചിട്ട് വേണം. പുതിയ വിശേഷങ്ങളും പുത്തനറിവുകളുമായി വരുന്നതുവരെ ഗുഡ് ബൈ.